ഗാസയിലെ രക്തച്ചൊരിച്ചിലിന് വിരാമമിടാൻ നീക്കങ്ങൾ നടക്കുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇസ്രായേലിൽ. സ്വന്തക്കാരുൾപ്പെടുന്നവർ ഹമാസിന്റെ ബന്ധികളായിട്ടും സമാധാന കരാറിനെ ഇവർ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അമേരിക്കയും ഈജിപ്തും ഖത്തറും ഉൾപ്പെട്ട മധ്യസ്ഥ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് പ്രകാരം 6 ആഴ്ചത്തെ വെടിനിർത്തലിനിടെ സൈനിക പിന്മാറ്റത്തിനൊപ്പം തടവിലുള്ളവരുടെ കൈമാറ്റവുമുണ്ട്. യുദ്ധത്തടവുകാരെയും ബന്ധികളെയും പരസ്പരം ഘട്ടം ഘട്ടമായി കൈമാറും. ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും പരുക്കേറ്റവരും ഉൾപ്പെടെ 33 ബന്ധികളെ ഹമാസ് ഇസ്രയേലിന് വിട്ടു നൽകും. പകരമായി ഇസ്രയേലിന് കൈമാറേണ്ടത് 100 കണക്കിന് പലസ്തീൻകാരായ ജയിൽ പുള്ളികളെയാണ്. ഇസ്രയേലികളെ കൊലപ്പെടുത്തി ജയിലിലായവരും ഇതിൽ ഉൾപ്പെടും. ഹമാസിന്റെ ബന്ധികളായി കഴിയുന്നവർ കരാർ പ്രകാരം മടങ്ങിയെത്തുന്നത് ആശ്വാസമാണെങ്കിലും ഒരു വിഭാഗം ഈ കരാറിന്റെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നു. ടിക്വ ഫോറം എന്നാണ് എതിർക്കുന്ന വിഭാഗത്തിന്റെ കൂട്ടായ്മയുടെ പേര്. വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള 15ഓളം കുടുംബങ്ങളാണ് ടിക്വ ഫോറത്തിൽ ഉൾപ്പെടുന്നത്. കടുത്ത നിലപാടുകളും സമീപനവും ആവശ്യമാണെന്നാണ് ഇവരുടെ വാദം. ടിക്വ ഫോറത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ സ്വിഗാമോർ സ്വീകരിച്ച നിലപാട് കാണുക. ഇദ്ദേഹത്തിന്റെ മകൻ എയ്ദൻ ഗാസയിൽ ബന്ദിയാണ്. എന്നാൽ ഈ കരാർ വഴിയുള്ള കൈമാറ്റം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് സ്വിഗാമോർ വാദിക്കുന്നത്. മകന്റെ സുരക്ഷയല്ല, രാജ്യമാണ് പ്രധാനമെന്ന് കരുതുന്നു ടിക്വ ഫോറം അംഗങ്ങൾ. ഫോറത്തിലെ മറ്റൊരംഗം ബോവസ് മിറാന്റെ സഹോദരൻ ഒമ്രിയും ഗസയിൽ ബന്ദിയാണ്. കരാറുകളും ധാരണയും ഉണ്ടാക്കുമ്പോൾ ഇസ്രയേൽ പ്രതിരോധത്തിലേക്ക് വീഴരുതെന്ന് ബോവസ് പറയുന്നു. ഭാഗികമായ മോചനം ചില ബന്ദികളെ അനിശ്ചിതകാലത്തേക്ക് തടവിലാക്കിയേക്കാമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. സമാധാന കരാറിലെ ടിക്വ ഫോറത്തിന്റെ അഭിപ്രായം ഇസ്രയേലിലെ വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തോട് ചേർന്ന് പോകുന്നതാണ്. ഇസ്രയേലിന്റെ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിർ, ധനമന്ത്രി ബെസാലെൽ സ്ട്രോമിച്ച് എന്നിവരും ധാരണയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഇസ്രയേലിനെ അപകടത്തിലാക്കുമെന്ന് 2 മന്ത്രിമാരും മുന്നറിയിപ്പ് നൽകുന്നു. ടിക്വ ഫോറത്തിന്റെ എതിർപ്പ് മാത്രമല്ല, ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധമാണ് വെടിനിർത്തൽ കരാറിനോട്. ജെറുസലേമിലും ടെൽ അവീവിലും 100 കണക്കിന് പേരാണ് റോഡ് ഗതാഗതം സ്തംഭിപ്പിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചെകുത്താന്മാരോട് സന്ധി പാടില്ലെന്ന് മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധങ്ങൾ. വലതുപക്ഷ രാഷ്ട്രീയക്കാർ നെതന്യാഹു മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അതേസമയം ബന്ധികളുടെ കുടുംബങ്ങളുടെ സംഘടന സമാധാന കരാറിനെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നത്. ഇതൊരു സുപ്രധാന മുന്നേറ്റമാണെന്നും എല്ലാ ബന്ധികളുടെയും മടങ്ങിവരവാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറയുന്നു. ഹമാസിന്റെ ആക്രമണങ്ങളിൽ 1200-ലധികം പേർ മരിക്കുകയും 250-ലേറെ പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. പലസ്തീൻ പുറപ്പെടുവിച്ച കണക്ക് പ്രകാരം 46,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. സമാധാന കരാറിനെ ലോകം മുഴുവൻ സ്വാഗതം ചെയ്തെങ്കിലും ഇസ്രയേലിനുള്ളിൽ വേറിട്ട സ്വരങ്ങളാണ് ഉയരുന്നത്.